എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, പുതിയ ഓഡിയൻസിന് അറിയാമെന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു വലിയൊരു ശോകം സിറ്റുവേഷനിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് അന്ന് എറണാകുളത്ത് എൻ്റെ വീട്ടിൽ നെറ്റ് ഇല്ലാത്ത സമയത്ത് എനിക്ക് എറണാകുളത്തോട്ട് പോകേണ്ട വന്നു. അപ്പോൾ എറണാകുളത്തോട്ട് പോയ സമയത്ത് ഞങ്ങളൊരു ചെറിയൊരു ലോഡ്ജ് എടുത്തിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ആ ലോഡ്ജിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. അപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ പറയണ പോലത്തെ ഒരു റവന്യൂവിൽ എനിക്ക് പറ്റുന്ന ഒരു രീതിയിലത്തെ ഒരു ലോഡ്ജ് നോക്കിയപ്പോഴാണ് അവിടെ ചെന്നപ്പം പുള്ളി ആദ്യം പറഞ്ഞത് ഒറ്റയ്ക്കേ ഉള്ളതെന്നാണ്. പിന്നെ ഒരാൾ ഷെയർഡായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ സ്ട്രീം ചെയ്യുന്നതൊന്നും ഒറ്റയ്ക്കല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അവർക്ക്, സൗണ്ടും മറ്റേ ഇതുമൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു സിറ്റുവേഷനിൽ ഈ പറയണ പോലെ അന്ന് എനിക്ക് പുള്ളിയെ ഗെയിമിൽ മാത്രമേ പരിചയമുള്ളൂ. അതും ഞങ്ങൾ വളരെ കുറച്ച് ദിവസം ഗെയിം കളിച്ചിട്ടുണ്ടെന്നുള്ളൊരു പരിചയമുള്ളൂ. അന്നേരം പുള്ളി ഞാൻ പറഞ്ഞ എറണാകുളത്ത് വന്നപ്പോൾ ഇതുപോലെ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞ് എനിക്ക് വില്ലൻ ബ്രോ ഇവിടുത്തെ ഒന്നും സെറ്റായില്ല, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം വില്ലൻ ബ്രോ എനിക്ക് ഒരു പരിചയമില്ല കേട്ടോ. പുള്ളിയുടെ വൈഫും മാത്രമായിട്ട് താമസിക്കുന്ന ഒരു 2 BHK ഒരു ഫ്ലാറ്റിലായിരുന്നു അന്ന് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് എന്നെ വീട്ടിൽ വിളിച്ചിട്ട് നീ നിൻ്റെ PC ഇവിടെ കൊണ്ടുവന്ന് നീ ഇവിടെ ഇരുന്ന് സ്ട്രീം ചെയ്തോ. അന്ന് ഇങ്ങർക്ക് ചാനൽ പോലും ഇല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങർക്ക് ചാനലിൽ സ്ട്രീം ചെയ്യാനോ അങ്ങനെ സ്ട്രീം ചെയ്ത് അല്ല എന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് മറ്റേ ഈ പറയണത് പോലെ എനിക്ക് വളരെ കുറവ് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന സമയത്താണ്. എന്നുവെച്ചാൽ അന്ന് എൻ്റെ അടുത്ത് ആ വീട്ടിൽ നിന്നാണ് ഞാൻ ഏകദേശം കൊറോണ ടൈമിൽ ഫുള്ള് സ്ട്രീം ചെയ്തത്. അന്ന് എനിക്ക് ഇങ്ങനൊരു ആരും ചെയ്യൂല ഗൈസ്. ഒരു പരിചയമില്ലാത്ത ഒരാളെ വൈഫും മാത്രമായിട്ട് വൈഫായിട്ട് മാത്രം താമസിക്കണ ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് PUBGയിൽ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് വീട്ടിൽ ഇരുത്തുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വില്ലൻ ബ്രോ. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈമിൽ ആളുടെ ഒരു വർഷമായിട്ടും ഈ പറയണത് പോലെ ഒരു എഫേർട്ട് എടുത്ത് സ്ട്രീമൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടിരിക്കുക. അപ്പം എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് ഇന്നലെ എനിക്കൊന്ന് ഇതായിട്ട് തോന്നി. അങ്ങനെ രാത്രിയിൽ തന്നെയാണ് വിളിച്ചത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ബ്രോയെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എനിക്ക് ഉറപ്പാണ് പുള്ളിക്ക് ഇനാക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ഗൺ പവർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ RP നന്നായിട്ട് ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഡെയിലി സ്ട്രീം വരുന്ന ആളാണ്, എല്ലാ ദിവസവും സ്ട്രീം ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുള്ളിയുടെ ചാനൽ വില്ലൻ വൈറ്റി എന്നാണ് ചാനലിൻ്റെ പേര്, അറിയാത്തവരുടെ അടുത്ത് പറയാണ്. ബാക്കി നിങ്ങൾ ഇനി പുള്ളി വരുമ്പോൾ ലൈവൊക്കെ വരുമ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്, മീൻസ് ലോട്ട്. ചന്ദ്ര എന്താണ് അച്ഛൻ്റെ അടുത്ത് നിന്ന് പതിവല്ലാതെ? കുറെ നാളായിട്ട് ഞാനിങ്ങനെ മോൻ്റെ അടുത്ത് പറയാറില്ലേ അച്ഛൻ്റെ കൂടെ കുറച്ച് ടൈംസ് ഒക്കെ സ്പെൻഡ് ചെയ്യും. അച്ഛൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി? എടാ മക്കളെ വളർത്തുമ്പോ നീ അപരാധം പറയാണ്ട് നീ വാ തുറക്കാറുണ്ടാ? എടാ മക്കളെ വളർത്തുമ്പോ കുറച്ച് ഇതൊക്കെ ആയിട്ട് വളർത്തണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാനത് പറയാം. വേണ്ട, പണ്ടൊക്കെയാണ് നമുക്ക് എന്ത് അപരാധമാണോ ഇത് പറയാറുണ്ട്. ഇപ്പഴേ പറയാൻ ഇങ്ങനെ ഒന്നുകൂടി ആലോചിക്കും. ആണല്ലേ? ലുഫിയാണ് അതെന്നാ? ഏത് ലുഫി? നമ്മുടെ അമ്മുക്കുട്ടി കണ്ണം കഴിയറിയുന്നു ലുഫി 69 സാംസങ്. നാളെ ഉണ്ട്. എടാ എനിക്ക് എന്റെ iPad കഴിഞ്ഞ ദിവസം ഇല്ലാതെ കൊടുത്തേക്കുമായിരുന്നു. പിന്നെ കേബിള് ഭയങ്കര സീനായിരുന്നു. ഞാൻ പിന്നെ പകലിവിടെ ലൈവ് ഇടാൻ പറ്റത്തില്ലടാ. ഒടുക്കത്തെ ഷോക്കാണ് കേരള വിഷൻ, ഭയങ്കര ഷോക്കാണ്. രാത്രി ആകുമ്പോൾ മാത്രമേ കേരള വിഷന് പൊങ്ങുള്ളൂ. സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ഇത് നീ റേറ്റ് ചെയ്യാൻ പോണാ? എന്തുവാടാ ഇത് ഡിസ്കൗണ്ട് നോക്കാൻ പോണാ? ഡിസ്കൗണ്ട് നോക്കാൻ പോണ. നീ എന്ത് ചെയ്യാൻ പോണ? ഞാൻ പരിപാടിയൊന്നുമില്ല. നീ ഇട്ടോ? പരിപാടിയൊന്നും ഇല്ലെങ്കിൽ മറ്റേ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി കുനിഞ്ഞേക്ക് സെല്ല്. സാംസങ് S24 എടുത്തോ. അവിടെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വയ്യാതിരിക്കും. അല്ലെങ്കിൽ എന്നെ ഉറക്കിയാണ്. ശരി അണ്ണാ, ഞാൻ ഉണ്ടാക്കിയ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് കൂർക്കം ആരിവനാണോ? കൊല്ലടാ, അതിന്റെ സൗണ്ടാ. വീഡിയോ കേട്ടായിരുന്നോ?
ബോസ് എന്നല്ലേ എഴുതിയേക്കുന്നേ? അതെന്റെ വണ്ടിയാ. ഇത് നമ്മുടെ ഗ്യാങ് വണ്ടി ഉണ്ടാക്കിയ പയ്യൻ തന്നെ. ഈ 2 സാധനം ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളി എടുത്ത് അല്ല, ഈ അയച്ചു. ഗ്യാങ് വണ്ടി എനിക്കാണ്, ഈ ഗ്യാങ് വണ്ടി എനിക്കാണ്. ആ ഗ്യാങ് വണ്ടി ആരാദ്യം പറഞ്ഞ അയാൾക്ക് കിട്ടും. ഗ്യാങ് വണ്ടി എനിക്കാണ്, ഗ്യാങ് വണ്ടി എനിക്ക് വേണം. ഇത് ആദ്യം പറഞ്ഞ ആൾക്ക് നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോ നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ട് നാച്ചുറൽ ആയിട്ട് ഇവിടെ വന്നിരുന്ന് അഭിനയിച്ച് എന്റെ അമ്മയാണ് സത്യം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. വീഡിയോ പ്ലേ ചെയ്യും. സാംസങ് നിനക്ക് ഫോൺ എന്തിനാ തന്നേന്ന്? നിനക്ക് അഭിനയിക്കാൻ അറിയാം, അവര് തരുന്ന സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ അറിയാം നിനക്ക്. അതുകൊണ്ടാണ് നിനക്ക് സാംസങ് ഫോൺ തന്നത്. എടാ, അവർക്ക് സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നവരെ വേണ്ട, അഭിനയിക്കാൻ അറിയണം, അഭിനയിക്കാൻ. മനസ്സിലായോ? എന്തൊക്കെ അഭിനയിക്കത്തില്ല. നാച്ചുറൽ ഫോൺ. നാച്ചുറൽ ഫോണാ? അതെന്താണ്, മരത്തിന്ന് വീഴുന്നതോ? ഭയങ്കര തമാശയാണല്ലോ ഇന്ന്. നാച്ചുറൽ ഫോണാ? അതെന്തൊരു സാധനം? എല്ലാം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കണതല്ലേ? നാച്ചുറൽ ഫോണാ അത്? നാച്ചുറൽ ഫോണെന്ന്. എടാ, നിന്റെ പണ്ടത്തെ പ്രൊമോഷൻസ് ഒക്കെ എടുത്തോണ്ട് വരും എവിടെന്നേലും ഒക്കെ. ഈകളുടെ പ്രൊമോഷൻസ്, എന്റെ പ്രൊമോഷൻ അരിച്ചു പറക്കണം. ക്യാഷ് കരോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചാനലാ. നിന്റെ വ്ളോഗിംഗ് ചാനലുണ്ട്. അത് മറ്റേ ഫേസ് ക്യാമിൽ നോക്കിയിരുന്ന് പറയണത് മാത്രം. നീ പേടിക്കണ്ട. ഓർഗാനിക് ഫോണാ. എനിക്കൊരു കളി സ്റ്റേഡിയത്തിൽ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി. പക്ഷേ എൻ്റെ എൻ്റെ ഒരു സമയം വെച്ചിട്ട് ഞാൻ പോയാൽ അന്ന് തോക്കും. ഒരു സംശയം വേണ്ട, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. എനിക്ക് ഭയങ്കര, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അറിയണില്ല എന്നാണ് കളി നടക്കണമെന്നൊക്കെ. അടുത്ത മാച്ച് എന്നാ ഗൈസ്? ഈ ടിക്കറ്റ് ഒക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടുന്നേ? മീൻവൈൽ CCL അവിടെ ഷാർജയിൽ അതിഗംഭീരമായിട്ട് നടക്കണം. രണ്ട് ടീമിലെയും പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഗ്രൗണ്ടിൽ. സ്റ്റേഡിയം ഫുള്ള് കാലി. എന്തൊരു അവസ്ഥയാണല്ലേ. ഇത് ഇന്ന് പോയ കോളേജിലെ റീത്തല്ലടാ, അതെനിക്ക് സ്നേഹോപകാരം തന്നാണ്. നാളെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാൻ പറയോ അണ്ണനോട് പ്ലീസ്. പിന്നെ സാലി ബ്രോ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബ്രോ. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഇവിടെ ഗൈസ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ സാലി ഇൻ ദ ചാറ്റ്. ഒരു 9000 പേര് ബ്രോയെ വിഷ് ചെയ്തിരിക്കുന്നു. 9000 പേര്. ഇതിലും നല്ലൊരു ബർത്ത്ഡേ വേറെ ഉണ്ടോ? നിരാജ് പാലക്കടി. ഈഗിൾ ബ്രോനെ അറിയോ? AKFന്റെ പ്രോഗ്രാമിലൊക്കെ വരാറുണ്ട്. അല്ല സ്റ്റഡി ബ്രോ. ഈ ബ്രോയെ വെച്ച് ഒരു ഹൊറർ ഗെയിം ചെയ്യുന്നുണ്ട്, 8-bit Beast വൈൽഡ് ഡ്രീം. റിലീസ് അടുത്ത് തന്നെ കാണും. പിന്നെ ഇത് PC ആൻഡ് മൊബൈൽ ആൻഡ് ഓൾസോ മൾട്ടിപ്ലെയർ ഉണ്ട്. എന്താണ് അഭിപ്രായം? അതിൻ്റെ ചെറിയൊരു മോഷൻ ട്രെയിലർ പോലെ ഉണ്ട്, അത് ആഡ് ആക്കിയിട്ടുണ്ട്. മോഡ്സ് ഡിലീറ്റ് ആക്കല്ലേ? ഇത് ബ്രോ ഡിസൈൻ ചെയ്ത ഇതാണോ? Involving memory of Clara George.
Experience the world of A Bit Beast Wild Dream, like never before, with our stunning new motion poster. Put on your headphones or crank up your home theater system to truly be transported into the game's breathtaking visuals and captivating soundscape. Prepare to be mesmerized as the poster unveils a glimpse of the wild dreams that await you in A Bit Beast Wild Dream. This is your invitation to step into an unforgettable adventure. Unreal. Sudden. അടിച്ച് വയറ്റിന്ന് പോട്ടെ, ഞാൻ വയ്യാതിരിക്കുക. ഡിസ്കോഡിൽ ഇട്ടോണ്ടാണ് ക്വാളിറ്റി കുറവ് കേട്ടാ. John 16:22. So with you, now is your time of grief, but I will see you again and you will rejoice, and no one will take away your joy. എന്റെ പള്ളി ഇത് വിഷയം കേട്ടാ. SFX ഒക്കെ വെറും വിഷയം. എടാ ഇത് ഈഗിൾ ബ്രോ അറിയാം, KFന്റെ പ്രോഗ്രാംസിലൊക്കെ വരാറുണ്ട്. ഈ ബ്രോയെ വെച്ചൊരു ഹൊറർ ഗെയിം ചെയ്യുന്നുണ്ട്. ഇത് മലയാളം ഉണ്ടാക്കിയ ഗെയിമാണോ അപ്പോ? ഇത് മലയാളം ഉണ്ടാക്കിയ ഗെയിമാണോ അപ്പോ? കൊള്ളാലേ. ഈ പുള്ളി മറ്റേ എനിക്ക് പുള്ളി അറിയാം, അല്ല ഈ ഗെയിം ചെയ്ത. യെസ്, എന്റെ അമ്മ കിടിലും ഗെയിം ഇറങ്ങട്ടെ, നമുക്ക് നോക്കാം. ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. അല്ല പുള്ളി എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് ഇതാരാ ഈ അലൻ ഡേവ് ഡ്രോയിഡ്? ഞാൻ പുള്ളിയുടെ കാര്യമാണ് ചോദിച്ചേ. ഡെവലപ്പർ ഈസ് മലയാളി. ഓക്കെ, മെയ്ഡ് ഫോർ ബിറ്റ് ബീസ്റ്റ്. ഓക്കെ 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 ഓക്കെ. ഓ കിടിലം. ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ. കിടിലം, ഒരു രക്ഷയില്ല. കിടിലം കിടിലം കിടിലം. അതൊക്കെ ഒരു കാലം. ടുഡേസ് കിഡ്സ് ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ പറയണത് പോലെ ഇവിടെ ചേട്ടന്മാരായിട്ട് ഇവിടെ പോയിരുന്ന് കളിക്കായിരുന്നു കേട്ടാ. ഇതിനകത്ത് ചെരവ പോലൊരു കുണ്ണ വരുമല്ലോ, ഇങ്ങനെ ചെരവ പോലെ ഇങ്ങനെ ആ സാധനം ഉണ്ടല്ലോ, അത് പ്രാന്ത് പിടിക്കോടെ. എനിക്ക് എവിടെ പോയാലും എന്നെ അത് പുറകെ വന്ന് പണ്ണും. അത് എനിക്ക് അത് തലപ്രാന്ത് എടുത്തിട്ടാണ് ഞാൻ ഈ കളി നിർത്തുന്നത്. ഇത് എവിടെ പോയാലും അത് എൻ്റെ ബാക്കിലിരിക്കും. അത് ഞാൻ എവിടെ ഓടിപ്പോയാലും അത് കറക്റ്റായിട്ട് വരും. അത് അങ്ങനെയാണ് ലാസ്റ്റ് ഞാനിത് ചത്തിട്ടാണ് ഞാൻ നിർത്തി മറ്റേ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ പോയത്. സത്യം പറയാലോ, ആ ചെരവയില്ലേ ചെരവ, അതാണ് ഈ കളി എന്നെ വെറുപ്പിച്ചത്. എവിടെ പോയാലും അത് എന്നെ തന്നെ പിടിക്കും, കറക്റ്റ് എന്നെ തന്നെ പിടിക്കും. പിന്നെ വേറൊരു മറ്റേ ഗ്യാസ് ബോംബ് പോലത്തെ ഒരു സാധനം, അതും ഇത് തന്നെ. ഹലോ 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 ഹലോ, ഞാൻ ലൈവിലാണ് ബ്രോ, കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ നാളെ വിളിക്കാം, നാളെ രാവിലെ വിളിക്കാം. ചെലവുണ്ടോ? ആ പറയടാ. മുട്ടായി വന്നിരിക്കുന്നുണ്ടാ, ഓടി വന്നിരുന്നേ. ഇച്ചിരി ചോറ് സാറേ ഓടി വന്നിരുന്നേന്ന്. ഹലോ ഹലോ ഹലോ. എടി 11:10. നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? നിന്നോട് നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ?
പോയി കിടന്നുറങ്ങ്. 11:10 പോയി കിടന്നുറങ്ങ്. കൂടുതൽ വർത്താനൊന്നും വേണ്ട, മനസ്സിലായല്ലോ? അണ്ണാ ഈ ഗെയിം ട്രൈ ചെയ്യാമോ? ഗെയിം നെയിം സ്ക്രീം ഗോ ഹീറോ. ഈഗിൾ ഗെയിമിങ്ങിന് അതുപോലെ ഇട്ടിട്ടുണ്ടല്ലോ. മോണിറ്റർ പറിച്ചെടുത്ത് അത് എന്തിനാ അവൻ കാണിച്ചത്? ഇതെന്തിന്റെ കയ്യിൽ, അതെന്തോ എന്റെ കയ്യിലിരിക്കുന്ന മോണിറ്റർ. അവന്റെ മോഹം ഇതെന്തിന്റെ കയ്യിലൊന്ന് വീണെന്ന്. ഗെയിം നെയിം സ്ക്രീം ഗോ ഹീറോ. നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. സ്ക്രീം ഗോ. How are you? Fine. ഇന്നില്ല ഡ്യൂട്ടി? ഡ്യൂട്ടി അല്ല, ട്രെയിനിങ് ഇന്നാളെ. എടാ അത് PC-ലില്ല, പ്ലേ സ്റ്റോറിലെ മൊബൈലിലാണത്. മൊബൈലിലാണത്. ആ മൊബൈൽ സ്ട്രീം ചെയ്തിട്ട് കളിക്കുന്നതായിരിക്കും. ഞാൻ പോവാണോ? ഞാൻ പോകുന്നില്ലെങ്കിലോ? അണ്ണനാണ് ഫാനായിട്ട് ഈഗിളീസ് ലൈവ് എന്ന് പറഞ്ഞ സരക്കണ്ണന്റെ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ലെറ്റ്സ് ബിഗിൻ ദ വാർ, ഈഗിളീസ് ലൈവ്. ആരാ ഇവനൊക്കെ? നിന്നെയൊക്കെ ഒരു കമ്പനി, നീയൊക്കെ എങ്ങനെ ഒരു കമ്പനി ഡിസൈനർ ആയിട്ട് തിരിയെടുക്കും? നീ JD-യുടെ ബ്രാൻഡിങ്ങിൽ ജവാന്റെ പരസ്യം കൊടുക്കുന്ന പോലെ ആയി പോലെയാണോ നിന്നെ? എന്തൊരു പയ്യന്മാരെയൊക്കെ എന്തൊരു ചെയ്യാൻ പറ്റുമാരെയൊക്കെ. സരക്കിനെ വിളിച്ച് കാണിക്കാം. സരക്കെ ലൈവിലൊന്ന് കയറി അർജന്റ് സാധനമുണ്ട്. വണ്ടി ഒരു സെക്കൻഡ് വണ്ടി പോയേ. പെട്ടെന്ന് കയറി. കവർ ചെയ്യണേ, ഒന്ന് നോക്കിട്ടെ. തിരിച്ചിട്ടേക്കാം. ഇവരൊക്കെ ആരത്? അണ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. മാമി മെനങ്ങാന്ന് പ്രസവിച്ചളിയാ. മാമനെ പറ്റിയോ? കൂട്ടുകാരാ പറയടാ. ഞാൻ ഒട്ടം കാണാം. ഓ കക്കൂസി പോ സമയല്ലേ? പോയിട്ടോ. ഇല്ലടാ, എനിക്ക് മരുന്ന് സമയം. ബൈ. അവന് തൂറ്റലാണ്. അപ്പൊ നിന്റെ ഫോട്ടോ അയച്ചു തരണേ. എന്നിട്ട് ഇന്ന് നിന്നെ കണ്ടാലേ പോ. ആണോ? അങ്ങനെയാണോ? ബൈ. 3 ദിവസം അച്ഛനെ കണ്ടു പോയില്ലേ നീ? പോയി തിരിച്ചു കേൾക്കൂല. പോയി ആള്. മാമി മെനങ്ങാന്ന് പ്രസവിച്ചളിയാ. മാമന്റെ വീട്ടുകാർ പറയുന്നു ഈ പേരിട ആ പേരിടുന്നു. മാമിയുടെ വീട്ടുകാർ പറഞ്ഞു ഈ പേരില്ലെങ്കിൽ കൊച്ചു ആകെ സീനാളിയാ. പേരിടാത്തൊരു കൊച്ചിന്റെ പേര് അവർ മിക്കവാറും ഡിവോഴ്സ്. ഒരാളുണ്ട് വരുന്ന വീട്ടുപേര് മുതൽ വട്ടപ്പേര് വരെ ഇടുന്നവനാണ്. എന്റെ അച്ഛനൊക്കെ വട്ടപ്പേരിട്ടത് ഇവനാ. എന്റെ അച്ഛന്റെ വട്ടപ്പേര് കിങ്ങിണി സുരേഷ്. അപ്പക്കാലത്ത് ചോദിച്ചാൽ അവന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അണ്ണാ ഒരു പേര് വേണമായിരുന്നു. വീട്ടുപേര്, വട്ടപ്പേര്, വെളിപ്പേര്, കളിപ്പേരാ? അതാ ഒറിജിനൽ പേരാ? ഒറിജിനൽ. പ്രായം പറ. അണ്ണാ ജനിച്ചിട്ട് 3 ദിവസമായുള്ളൂ. ത്രിഡേഷൻ കേട്ടോ. വേറെ പറഞ്ഞ അണ്ണാ ബിലീഷ്, മൊണ്ണേഷ്, മനീഷ്, പറീഷ്, അങ്ങനെ പലതരം പേരുകളുണ്ട്. ഏത് വേണം? വെറൈറ്റി എല്ലാം പറയണ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അഭിജിത്ത് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അണ്ണാ കുറച്ച് നല്ല പേര് പറഞ്ഞാണ് ന്യൂജനായിട്ട്. ന്യൂജനാണെ ന്യൂഡേഷൻ ഇട്ടോളാം. പക്ഷെ അത് വേണ്ട. എന്നാ പിന്നെ എന്റെ കൊച്ചിനിടാൻ വെച്ചേക്കുന്ന ഒരു പേരുണ്ട്, ABCDEF അപ്സിഡഫ്. ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. അവരെ ഇങ്ങനെ തോന്നുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് പറയുന്ന അമ്മയുടെ അച്ഛന്റെ തുടക്കമുള്ള വെച്ചിട്ട് പേരിടാനാണ്. എന്നാ പിന്നെ വീട്ടുപേരും കൂടെ വേണമെന്ന് പറഞ്ഞു. വീട്ടുപേര് കാറ്റാടി. ഓക്കെ. അമ്മയുടെ പേര് പറ. മറിയ. ഓക്കെ. മാ. പിന്നെ അച്ഛന്റെ പേര് ഫുള്ള് വേണമെന്ന് പറഞ്ഞു. കണ്ണൻ. ഓക്കെ. കാമക്കണ്ണൻ. ചെല്ലപ്പേര് കാമാന്നിട്ടോ. ഞാൻ ഓർത്ത് അലൻ എന്നെ അറിയാവുന്നതുകൊണ്ട് എന്റെ ഈഗിൾ ഗെയിമിങ്ങിന്റെ അങ്ങനത്തെ വല്ല സാധനങ്ങളും അറിയാം. കാമക്കണ്ണൻ ആരാ? നിന്റെ പേരാ ശ്യാം. ഇത് ചന്ദ്രനാഥാ തോന്നുന്നത്. ഇത് അവന്റെ അക്കൗണ്ടാ. ഇത് കണ്ട ശ്യാം കഴിവേറി. അണ്ണാ ഞാൻ ഇന്റീരിയർ ഡിസൈനർ അല്ല, സ്വന്തമായിട്ട് ചുമ്മാ ചെയ്യുന്നതാണ്. ഓ ആടാ മനസ്സിലായി. ഇത് പ്രാന്ത് പിടിക്കൂല. ഇതൊക്കെ എങ്ങനെ ചെയ്യാണ്?
ഒരു കുഴപ്പമില്ല. ഇന്ന് പോയ കോളേജിലെ ഫോട്ടോസാണ് കേസ്. ഇതൊക്കെ കിടില ഇവന്റ് ആയിരുന്നു കേട്ടോ. കിടിലായിട്ട് നല്ല നൈസായിരുന്നു. ഞാൻ ഉറങ്ങിയ പോലും ഇല്ല. രാവിലെ 5 മണി 4:30 മണി വരെ ഇരുന്ന് ലൈവ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് 7 മണിക്കാണ് കിടന്നത്. 7 മണിക്ക് കിടന്ന് 9 ആയപ്പോൾ എണ്ണിക്കേണ്ട അവസ്ഥ. അണ്ണാ ഹോസ്പിറ്റലിലാണ്, BP കുറവാ, സ്റ്റിൽ സ്ട്രീമാണെന്ന് ഐ ഹാർട്ട് ഫാൻ. റെസ്റ്റ് എടുക്ക് മോനെ, ചത്തുപോവും നീ, ചത്തുപോവും, റെസ്റ്റ് എടുക്ക്. പൊഡിൻ ചുമ്മാ സ്റ്റിക്കിട്ടാൽ ചാടണം, അത്രേ ഉള്ളൂ. സ്റ്റിക്കിട്ടാൽ ചാടണം എന്ന് പറഞ്ഞാൽ No way. No way. Really halfway across the ring. There's absolutely no way. Evan Bourne's going for airborne, ladies and gentlemen. You gotta be kidding me. Oh, did he do it? ചക്ക വെട്ടിയിട്ടതുപോലെ. എനിക്ക് കനാലിൽ ചാടണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ CBSE സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ്. എന്നെ മറ്റേ ആ ചിട്ടയിൽ വളർത്തിയതാണ്. എനിക്ക് ആ സമയത്ത് ഈ കനാലിൽ ചാടാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളൊക്കെ കനാലിൽ ചാടിയിട്ടുണ്ട്, ഞാൻ ഇതുവരെ കനാലിൽ ചാടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത്, ഭയങ്കര ഇതായിരുന്നു. CBSE സ്കൂളിലായതുകൊണ്ട് എന്നെ സ്കൂൾ ബസ്സിലൊക്കെ കൊണ്ടുവന്ന് മറ്റേ ഇവിടെ ഇറക്കും. പക്ഷേ ഒരു +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കിന് കനാലിൽ ചാടാനുള്ളൊരു വൈബ് പോയി. കനാലിൽ ചാടിയിട്ടുണ്ടല്ലേ നിങ്ങളൊക്കെ? ഞാൻ കനാലിൽ ചാടിയിട്ടില്ലടാ ഇതുവരെ. ഇപ്പോഴും ചാടാറുണ്ട്. കൊള്ളടാ. സമ്മൺ ഗ്രാൻഡ് പേരൻസ് ഓൾവേസ് വാച്ച് TV സീരിയൽ. എടാ ഇവനെ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് KVL ഉള്ള പോയതല്ലേ? ഗ്രൈറ്റ് സ്പിരിറ്റോ അല്ലല്ലോ. എടാ ഇത് KVL ഉള്ള ആരും അല്ലേ? പേരെനിക്ക് അറിഞ്ഞൂടാ, ക്യാരക്ടർ നെയിം അറിഞ്ഞൂടാ. മൊട്ടയല്ല. കാണാരാ. ഓക്കെ. എടേ അമ്മച്ചി ക്ലച്ച് ബ്രേക്കൊക്കെ ചോട്ടി വിടോ. വിഷയം പോയ കോളേജിലെ വിഷയമായിരുന്നു. ഒരുത്തം ബുള്ളറ്റ് ബോംബ് എന്തോ വെച്ചൊരു ബുള്ളറ്റ് കൊണ്ടുവന്നു. ഇന്ന് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അത് വേണ്ട. എന്താ വെക്കണം. അതെ വെച്ചിട്ട് വേണം എന്നെ എമ്മേടി കൊണ്ടുപോകുന്നത്. നിനക്കൊക്കെ കാണാൻ അല്ലേ? നിനക്കൊക്കെ കണ്ട് സൂഹിക്കാൻ. വോയിസ് എടാ ഇതെല്ലാം ഇന്നത്തെ പരിപാടിയുടെയാ. ഇന്നത്തെ പരിപാടി, ഇന്നത്തെ പോയ കോളേജിലെ പരിപാടിയിലാണ് ഈ ഫോട്ടോസൊക്കെ. സന്തോഷമായി. അതെ മൂട് പോയിന്നോ. ഇനി എന്നെ ദയവ് ചെയ്ത് മറ്റേ ഈ പെമ്പിള്ളാരുടെ ഇത് കാണിച്ചിട്ട് അതിനകത്ത് എടുത്ത് കട്ട് ചെയ്ത് വെക്കരുത് കേട്ടാ. റീൽസിലുള്ള സകല എന്നെ അറിയാത്ത അമ്മാവന്മാരുടെ വരെ തെറിയാണ് ഞാൻ അത് കാരണം കേട്ടോണ്ടിരിക്കണത്. സത്യം പറയാം, ഡെയിലി ഞാനത് കേൾക്കുന്നുണ്ട്. ഡെയിലി ഈ വാണവേദ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻറ്റ്. എന്നെ എന്തിനാടാ ഇതിനകത്തൊക്കെ ടാഗ് ചെയ്യണേ? അവനൊക്കെ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കാമക്കണ്ണന്മാരാണ് അവന്മാർ. ഇതുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോന്ത ഇങ്ങനെ ചാടിപ്പറിച്ച് വരുമ്പോഴത്തേക്കിന് അവന്മാർ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എന്നെയാണ് വിളിക്കുന്നത്. ദയവ് ഇത് ചെയ്യാതിരിക്കുമോ? അവന്മാർ ഇതാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നിരിക്കണം. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളാണെങ്കിലും പറയണത് ന്യായമുണ്ട്. നമ്മൾ ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു അണ്ണാൻ വണ്ടി വന്നിട്ട് വരും ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്കാണെങ്കിലും ദേഷ്യം വരും. അത് സത്യമാണ്, കുറ്റപ്പാട്ടുകാരല്ല. പക്ഷേ ഈ വെട്ടിക്കൊണ്ടിടുന്നവന്മാരെ പറയണം. അവന്മാരെ കാരണമല്ലേ 6 hours of editing. 12 hours of rendering. 12 മണിക്കൂർ റെൻഡറിങ്. അപ്പോൾ ആറവൻ കരിമൂടിയ വേടനേതോ നരചോര
12 മണിക്കൂർ റെൻഡറിംഗ് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഇത് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ റെൻഡർ ചെയ്യിപ്പിക്കൂ. ബ്രോ കിടിലം ബ്രോ, കിടിലം കിടിലം കിടിലം. ബ്രോയ്ക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ റെൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു PC ഒക്കെ കിട്ടട്ടെ, ആ ഒരു ലെവലിലോട്ട് എത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ബ്രദർ. ഇത്ര വീഡിയോയ്ക്ക് 12 hour. എടാ ഈ 3D എലമെന്റ്സ് ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഒരു നമ്മൾ ഈ പറയുന്ന VFXും അതും ഇതൊക്കെ കാണുന്ന ചെറിയ പോർഷൻസ് ഇല്ലേ, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ അത്ര എഫേർട്ടായിരിക്കും അതിൻ്റെ പുറകിലുള്ളത്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു 5 സെക്കൻഡ് ഫ്രെയിം, പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഇത് ഭയങ്കര എഫേർട്ട് ഭയങ്കര ഹൈ ആയിരിക്കും, അവേഴ്സുകളായിരിക്കും അതിൻ്റെ പുറകിലുള്ളത്. 537 538 MB/s. നമുക്ക് 8 ഒന്നും വേണ്ട, നമുക്ക് നോർമൽ മതി. കേരള വിഷൻ നേരം എടുത്തു കഴിഞ്ഞാൽ ഇവനങ്ങ് കഴയങ്ങ് കേരള വിഷന് പിന്നങ്ങ് കേറും അങ്ങ്. നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശാനെ കിട്ടത്തില്ല. പിന്നെ സൗണ്ട് പ്ലേ വന്നിട്ട് ഇവരെ കിട്ടിക്കാണ് കേട്ടാ. ഇത് ലാസ്റ്റ് ദിവസമായിരുന്നു, ജോലിയുടെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ദിവസം ഓഫീസിലിരുന്ന് കാണണ്ട എന്നാ അറ്റ്ലീസ്റ്റ് ശബ്ദം കുറച്ച് വെച്ച് സീനിയർ ഓഫീസിൽ കേൾക്കാത്ത രീതിയിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നേ, അതില്ല. കേരള വിഷയം എനിക്കെതിരെ കേസ് കൊടുക്കുമോ ഡിഫേമേഷന്? എടാ എൻ്റെ ഈ നാട്ടിൽ ഈ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആകെ ബ്ലെയിം ചെയ്യാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ കേരള വിഷനാ. പുള്ളി തിരിച്ചൊന്നും പറയത്തില്ലെന്ന് ഉറപ്പാണ് പുള്ളി എന്നും ഞാൻ കുറ്റം പറയണം, മനസ്സിലായ? ഇതിപ്പോൾ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് എത്തി, ഇനി താമസിയാതെ ഇത് കേസാവും. ചേട്ടാളിയാ തിരിച്ചു പറയാൻ തുടങ്ങി കേട്ടോ. കൊണ്ടുപോയി ഇതുപോലൊരു സാധനം TV-ക്ക് സെറ്റ് ചെയ്യണ്ടേ? This is organized a full 9-plane air show in GTA Online. ഇതാരെവിടെ വന്നു ആരല്ലോ? ഇതുപോലെ ഒരെണ്ണം ചെയ്യാനുള്ളൊരു മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആളിപ്പോൾ ഇല്ല. ആൾ തിരിച്ചു വന്നാൽ നമ്മൾ ചെയ്യാം. മനസ്സിലായോ? ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്കത് അറിയായിരിക്കും. ഞാൻ ഇനി പേരെടുത്ത് പറയണ്ടല്ലോ. അന്ത പേരിൽ ഒരു ഗത്ത് ഇருக்கு മുഴുവൻ അത് തന്നെ. ബ്രോ ഇത് വണ്ടി എടുത്തോ, വിട്ടോ വിട്ടോ. അയ്യോ ഞാൻ കേറിയില്ല, നീ ആട്ടോ വിളിച്ചു വന്നാ മതി. പോലീസുകാരെ കളിയാക്കി ചിരിച്ചു പറഞ്ഞു ആ അടിയും കൂടെ കെട്ടായിരിക്കും വയ്യണ. സത്യം മറ്റേ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നേ. എന്തൊരു അൻസറിനാ വണ്ടി എടുക്കാൻ പറഞ്ഞ അപ്പ എടുത്തോളോന്ന്. എന്റെ ആളിയാ. Dad, stop watching those stupid cartoons. 2 episodes later. ഞാൻ നാളെ തൊട്ടൊരു ഡൈഹാഡ് ആനിമി ഫാൻ ആവാൻ പോണു. ഞാൻ ഇന്ന് ലൈവ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വൺ പീസ് കണ്ടു തുടങ്ങാൻ പോണു. ഇന്ന് തൊട്ട് ഞാൻ ഇനി തൊട്ടൊരു ആനിമി ഫാൻ ആവാൻ പോണു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ ആനിമി വീഡിയോസ് മാത്രം. എങ്ങനെയുണ്ടത്? എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായം, അത്രേ ഉള്ളൂ. ചാനൽ കാണുന്നത് അന്നത്തോടെ നിർത്തും.
അണ്ണാ ഇത് കണ്ടു നോക്ക്. വൺ പീസ് ആനിമീന്റെ ലൈവ് അഡാപ്ഷൻ ആണെന്നോ? ഇത് നെറ്റ്ഫ്ലിക്സിൽ കണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സില് You want to know where my treasure is? I'll tell you. Wealth, fame, power. I found everything this world has to offer. Free yourselves. Take to the seas. My treasure is yours to find. എനിക്കിത് കാണാത്തോണ്ടായിരിക്കും, എനിക്കിതൊന്നും മനസ്സിലാവണില്ല ബ്രോ. അതാണ് പ്രശ്നം. ഞാനൊന്നും കാണാത്തോണ്ടാന്ന് തോന്നുന്നു, ഒന്നും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. നമുക്കിതിനകത്ത് ഇടയ്ക്ക് കുറെ വിട്ടുപോയത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതുകൂടെ നോക്കിയിട്ട് ഇതാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള മേളിൽ കുറച്ച് ഇതുണ്ട്. വൺ പീസ് ഇമോഷൻ. യോ ബ്രോ, അങ്ങനെ ഒന്നും പറഞ്ഞു കളയരുത്. ഇതെന്താണ്? വീട് എവിടെയാ? എവിടെയാ? നല്ല രസമുണ്ട് കേട്ടോ വരച്ചേക്കുന്നത്. സൂപ്പറാ സൂപ്പറാ. ആ വരച്ചോ 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 വരച്ചോ. എന്റെ പൊന്നോ, ചില്ലയിൽ നിന്നു നീ റാസാത്തി എന്നെ വിട്ട് പോകാതടി, തീക്കായും നേരത്ത് നീ പാടടി. എന്റെ ആളിയാ, പുള്ളി എന്തോരം ടാലന്റ് ഉള്ള ആളായിരുന്നാണോ അല്ലേ ശരിക്കും. എന്റെ അമ്മച്ചി സമ്മതിക്കണോടെ. ഫോർ പഞ്ചാരത്തന്ത, ഹൂ ഈസ് യുവർ ഡാഡി? Who's your daddy? Who's your daddy? I don't know. മച്ചപ്പട്ടിയേക്ക്. Man, oh man, this is a 24/7 special. So VJ went straight to the radio station the very next day. Hey Fab, I'ma kill you. Lyrics coming at you with supersonic speed. Summon, I'm a doom, I'm a you assuming I'm a human. What I gotta do to get it through to you? I'm superhuman, innovative, and I made a rubber so that anything you say is ricocheting off of me and it'll glue me. ലൈവ് മ്യൂട്ട് ചെയ്തിട്ട് അവനെ പണ്ണി, അവനെ SNG-ലിട്ട്. You ain't devastating more than ever, demonstrating how to give a motherfucking audience a ഇവിടെ ഒരാളെ പൊക്കി വന്നാട്ടാ. അത് നോക്കോ. innovative, and I made a rubber so that anything you say is ricocheting off of me and it'll glue me. You ain't devastating more than ever, demonstrating how to give a motherfucking audience a feeling like it's levitating. ഇവനെന്തോ പറ്റി ആരെയാണെന്ന് വിളിക്കുക. Never fading, and I know the haters are forever waiting for the day that they can say I fell അളിയ എന്താ പ്രശ്നം? off to be celebrating. പാവടിച്ച ഉറക്കമായിരുന്നു, അവനെ കണ്ണൊക്കെ തള്ളി വീഴ്ചിരിക്കണം നോക്ക്. Cause I know the way to get him motivated. I make elevating music. You make elevator music. Oh, he's too mainstream. Well, that's what they do when they get jealous. They confuse it. It's not hip hop, it's pop. Cause I found a hella way to fuse it. With rock, shock rap, with dot. Don't lose yourself, I make them lose it. I don't know how to make songs like that. I don't know what എമിനെ പോകുന്നു. ആരെന്താ സത്യം ആ എക്സ്പ്രഷൻ എന്റെ ആളിയ. അണ്ണാ എൻ്റെ ഫ്രണ്ടാ, സപ്പോർട്ട് ചെയ്യോ? എൻ്റെ അമ്മ ഔട്ട്ലൈൻ കണ്ടിട്ട് തന്നെ എനിക്ക്
എന്റെ അളി ആറ ഇവൻ. എന്റെ ബ്രോ ഒരു രക്ഷയില്ല, കിടിലം. ഒരു രക്ഷയില്ല ബ്രോ, കിടിലം കിടിലം, ഒന്നും പറയാനില്ല, കിടിലം. ആ ഔട്ട്ലൈൻ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു ഇത് സീനായിരിക്കുമെന്ന്. ബാങ്ക് ക്ലിപ്സ് കാണിച്ചു തരാം. പ്യുവർ ടാലന്റ്. എടാ അത് ഞാനിപ്പോൾ ഈ ഡിസ്കോഡ് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ എടാ നിക്കോണേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ആ ടൈം സ്റ്റാമ്പ് ഒന്ന് പറഞ്ഞു കേട്ടാ. അല്ലെങ്കിൽ നീ വി സിയിലൊന്ന് വാ, എൻ്റെ വി സിയിലൊന്ന് വാ. വി സിയിൽ എൻ്റെ വി സി വന്ന് നിനക്ക് സ്ട്രീം ചെയ്ത് കാണിക്കാൻ പറ്റുമോ? എടാ നിക്കോൺ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചാൽ നിക്കോൺ ഉണ്ടല്ലേ? ഓക്കെ. പണ്ട് ചെറുപ്പത്തിൽ കീപാഡ് ഫോണിൽ നെറ്റ് കയറി ഹോട്ടെന്ന് സെർച്ച് ചെയ്ത ദിവസം വഴിയിൽ കൂടി ഒരു പോലീസ് ജീപ്പ് പോയപ്പോൾ ചങ്ക് 15. അതൊക്കെ ഒരു കാലം. അയ്യോ എടാ ഇത്ര ഉള്ളത് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ നോക്കി.